ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഗൾഫ് മേഖലയിലുടനീളം ആശങ്കയുടെ തരംഗമുയർന്നിരിക്കുകയാണ്. മധ്യപൂർണേഷ്യയിലെ ഭൗതിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനകം തന്നെ സംഘർഷഭരിതമായിരിക്കെ അമേരിക്ക-ഇറാൻ ബന്ധം വീണ്ടും സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ മേഖലയിലെ രാജ്യങ്ങളെ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പാണ് ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണം. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമനാവിക സാന്നിധ്യം ശക്തമാണ്. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ താവളങ്ങൾ മധ്യപൂർവ്വ മേഖലയിലെ അമേരിക്കയുടെ സുരക്ഷാതന്ത്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അതിനാൽ ഇറാൻ മുന്നറിയിപ്പ് പോലെ ഇവ ലക്ഷ്യമാക്കിയാൽ അതൊറ്റയടിക്ക് പ്രാദേശിക സംഘർഷത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള സാധ്യത സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. 2025 ജൂണിൽ നടന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക തുറന്നു പിന്തുണ നൽകിയതിനെ തുടർന്ന് ഇറാൻ അൽ ഉദൈദ് താവളത്തിലേക്കു മിസൈൽ പ്രയോഗം നടത്തിയ സംഭവം ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ ഓർമ്മയിൽ പുതുതാണ്. അന്നത്തെ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും സൈനിക രാഷ്ട്രീയ സന്ദേശം ശക്തമായിരുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഇറാൻ പ്രതികരിക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് അത് നൽകിയിരുന്നത്. അതിനാൽ പുതിയ ഭീഷണികൾ ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ ഒരുക്കങ്ങൾ ശക്തമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അടുത്തിടെ അൽ ഉദൈദ് താവളത്തിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ ഈ ആശങ്കയെ കൂടുതൽ ശക്തമാക്കി. ഇത് വെറും സുരക്ഷാ മുൻകരുതലാണോ അതോ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സൈനിക സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതും സേനാ പുനഃക്രമീകരണങ്ങളും സാധാരണ മുൻകരുതലുകളായിരിക്കാമെന്നാൽ രാഷ്ട്രീയ സാഹചര്യം ചൂടുപിടിച്ചിരിക്കുന്ന വേളയിൽ അവ വലിയ സൂചനകളായി വായിക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവ കരാറിൽ അർത്ഥവത്തായ വിട്ടുവീഴ്ച കാണിക്കാത്ത പക്ഷം സൈനിക നടപടി സ്വീകരിക്കാമെന്ന് തുറന്നു പറഞ്ഞത് സംഘർഷാവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കി. അടുത്ത 10 ദിവസത്തിനകം എന്ത് നടക്കുമെന്ന് കാണാം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നയതന്ത്രതലത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതോടൊപ്പം സൈനിക സാധ്യതകൾക്കും വാതിൽ തുറക്കുന്നതാണ്. അതിന് മറുപടിയായി ഗൾഫ് മേഖലയിലെ താവളങ്ങൾ, സ്വത്തുവകകൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് രംഗത്തെത്തിയതോടെ സംഘർഷം പരസ്പര ഭീഷണികളിലേക്ക് നീങ്ങുന്നു എന്ന ചിത്രം വ്യക്തമായി. ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് ഇതിൽ സൂക്ഷ്മമാണ്. ഭൂരിഭാഗം രാജ്യങ്ങളും അമേരിക്കയുമായി അടുത്ത സൈനിക രാഷ്ട്രീയ ബന്ധം പുലർത്തുന്നവരാണ്. അതേസമയം ഇറാനുമായി ഭൂശാസ്ത്രപരമായ അടുപ്പവും സാമ്പത്തിക ബന്ധങ്ങളും ഇവർക്കുണ്ട്. തുറന്ന സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ആദ്യ ആഘാതം ഏറ്റുവാങ്ങേണ്ടിവരിക ഗൾഫ് മേഖലയായിരിക്കും. എണ്ണവിലയിലെ കുതിപ്പ്, കപ്പൽ ഗതാഗതത്തിലെ തടസ്സം, ഹൊർമുസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിഫലിക്കും. അതിനാൽ സംഘർഷം പടരാതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നുവെന്നാണ് വിലയിരുത്തൽ. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ പലപ്പോഴും പ്രാദേശിക പരിധി വിട്ട് ആഗോള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇറാൻ-അമേരിക്ക ബന്ധത്തിലെ ചൂട് വർദ്ധിച്ചാൽ ഇസ്രായേൽ, സിറിയ, ലെബനൻ തുടങ്ങിയ മേഖലകളിലേക്കും അതിന്റെ പ്രത്യാഘാതം വ്യാപിക്കാം. ഇറാനുമായി ബന്ധമുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ മേഖലയിൽ സജീവമാണെന്നതുകൂടി പരിഗണിക്കേണ്ടതാണ്. അത്തരത്തിൽ സംഘർഷം പടരുന്നത് നിയന്ത്രിക്കാൻ പ്രയാസമാകും. എന്നിരുന്നാലും സൈനിക ഭീഷണികൾ ഉയർന്നാലും അന്തിമമായി നയതന്ത്രത്തിലേക്കാണ് വഴിത്തിരിവുണ്ടാകാറുള്ളത്. ആണവ കരാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് ചില വിദഗ്ധർ കരുതുന്നത്. കടുത്ത പ്രസ്താവനകൾ പലപ്പോഴും ചർച്ചാമേശയിൽ കൂടുതൽ അനുകൂല വ്യവസ്ഥകൾ നേടാനുള്ള തന്ത്രമായി ഉപയോഗപ്പെടാറുണ്ട്. പക്ഷേ തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ സംഘർഷത്തിന് വഴിവയ്ക്കാനിടയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രത വഹിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതോടൊപ്പം നയതന്ത്ര ഇടപെടലുകളും സജീവമാക്കാനുള്ള ശ്രമം തുടരുന്നു. സംഘർഷം ഒഴിവാക്കാൻ പ്രാദേശികവും അന്താരാഷ്ട്രവുമായ ഇടപെടലുകൾ ആവശ്യമാണ്. അമേരിക്കയും ഇറാനും പരസ്പര ഭീഷണികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ചർച്ചാമാർഗം സ്വീകരിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനവും സ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതിനാൽ അമേരിക്ക-ഇറാൻ സംഘർഷത്തിന്റെ ഭാവി ദിശ പ്രാദേശിക രാഷ്ട്രീയത്തെ മാത്രമല്ല ലോക മാർക്കറ്റുകളെയും സുരക്ഷാ വ്യവസ്ഥകളെയും സ്വാധീനിക്കും. അതീവ സൂക്ഷ്മമായ ഈ ഘട്ടത്തിൽ വിവേകപൂർണമായ നയതന്ത്രമാണ് സംഘർഷം ഒഴിവാക്കാനുള്ള ഏക വഴിയെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.